ഗുഡ് ഈവനിങ് ആൾ. എല്ലാവരും മില്യം ബിസിനസ് ചാനലിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മാർക്കറ്റ് ന്യൂസ് കിടക്കാം. ഇന്ന് നിഫ്റ്റി പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. 126 പോയിന്റ്സ് ഉയർന്നു. 25,175 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ബാങ്ക് ഇന്ന് 59,205 ക്ലോസ് ചെയ്തപ്പോൾ 732 പോയിന്റ്സിന് ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി മിഡ് ക്യാപ് 338 പോയിന്റ്സ് ഉയർന്ന് 57,483 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഇന്ന് 66 പോയിന്റ്സ് ഉയർന്ന് 16,419 ക്ലോസ് ചെയ്തു. ഇന്ത്യ വിക്സ് ഇന്ന് 14.45 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് 81,857 ക്ലോസ് ചെയ്തപ്പോൾ 319 പോയിന്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. DIA ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ DIA ഇന്ന് കനത്ത ബൈയിങ് ആണ് നടത്തിയത്. 8,999 കോടി നെറ്റ് ബയേഴ്സ് ആയിരുന്നു ഇന്ന് DIA നടത്തിയത്. എന്നാൽ FII സെല്ലിംഗ് തുടരുകയാണ്. 3,068 കോടി രൂപയുടെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു ഇന്നും FII. നിഫ്റ്റിയുടെ ഈ വർഷത്തെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ജാനുവരി 1 26,129 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 25,175 നിൽക്കുമ്പോൾ 3.65% ലോസ് ആണ് ഈ വർഷം നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റിയുടെ ലാസ്റ്റ് 12 മന്ത്സ് മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ 2025 ഫെബ്രുവരി 1 ഫെബ്രുവരിക്ക് 23,508 നിഫ്റ്റി ഇന്ന് 25,175 നിൽക്കുമ്പോൾ 7.09% പ്രോഫിറ്റാണ് കാണാൻ സാധിക്കുന്നത്. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നിഫ്റ്റി ഓട്ടോ, നിഫ്റ്റി FMCG, നിഫ്റ്റി ഹെൽത്ത് കെയർ, നിഫ്റ്റി മീഡിയ എന്നീ സെക്ടേഴ്സ് റെഡിൽ ക്ലോസ് ചെയ്തപ്പോൾ ബാക്കി സ്ക്രീനിൽ കാണുന്ന എല്ലാ സെക്ടേഴ്സും ഇന്ന് ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. അതിൽ നിഫ്റ്റി ഓട്ടോ ഇന്ന് 250 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി. 26,554 ക്ലോസ് ചെയ്തു. നിഫ്റ്റി എനർജി 194 പോയിന്റ്സ് ഉയർന്ന് 33,293 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 27,058 ക്ലോസ് ചെയ്തപ്പോൾ 236 പോയിന്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി FMCG 312 പോയിന്റ്സ് ഇടിഞ്ഞ് 51,349 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഹെൽത്ത് കെയർ 39,51 ക്ലോസ് ചെയ്തപ്പോൾ 5 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഇൻഫ്ര 57 പോയിന്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. 8,983 ക്ലോസ് ചെയ്തു. നിഫ്റ്റി IT 38,566 ക്ലോസ് ചെയ്തപ്പോൾ 327 പോയിന്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി മീഡിയ 19 പോയിന്റ്സ് കുറഞ്ഞ് 1,332 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മെറ്റൽ നിന്ന് 351 പോയിന്റ്സിൻ്റെ ഉയർച്ചയാണ് ഉണ്ടായത്. 11,829 ക്ലോസ് ചെയ്തപ്പോൾ 3.07% റാലി നടത്തി. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 69 പോയിന്റ്സ് കൂടി 11,376 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫാർമ 21,788 ക്ലോസ് ചെയ്തപ്പോൾ 66 പോയിന്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി PSU ബാങ്ക് 154 പോയിന്റ്സ് ഉയർന്ന് 8,935 ക്ലോസ് ചെയ്തു. നിഫ്റ്റി റിയാലിറ്റി 3 പോയിന്റ്സ് ഉയർന്ന് 759 ക്ലോസ് ചെയ്തിരിക്കുന്നത്. കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ 1,311 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1,622 കമ്പനികൾ റെഡിലാണ് ക്ലോസ് ചെയ്തത്. ഇത് ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഗെയിനേഴ്സിൽ അദാനി എൻ്റർപ്രൈസ് 5.11% റാലി നടത്തി. ആക്സിസ് ബാങ്ക് 4.59% റാലി നടത്തി. JSW സ്റ്റീൽ 4.44%, അദാനി പോർട്സ് 4.24%, ഗ്രാസിം 3.52%, ടാറ്റ കൺസ്യൂമർ 2.94%, ഏഷ്യ മോട്ടോഴ്സ് 2.75%, ടെക് മഹീന്ദ്ര 2.59%, ടാറ്റ സ്റ്റീൽ 2.49% ആൻഡ് NTPC 2.38% റാലിയാണ് നടത്തിയത്. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് M&M 4.23% ഫോളോ കണ്ടു. കോട്ടക് മഹീന്ദ്ര 3.33% ഫോളോ നടത്തി. ഏഷ്യൻ പെയിൻറ്റ്സ് 2.99%, ഇറ്റേണൽ 1.87%, ബജാജ് ഫിൻസ 1.61%, മാക്സ് ഹെൽത്ത് കെയർ 1.6%, വിപ്രോ 1.51%, ITC 1.47%, മാരുതി സുസുക്കി 1.45% ആൻഡ് ബജാജ് ഫിനാൻസ് 1.42% ഫോളാണെന്ന് കാണാൻ സാധിച്ചത്. ഇതിൻ്റെ ബയേഴ്സ് എല്ലാം റെക്കമെൻഡേഷനല്ല, ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ന്യൂസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് ഇന്നത്തെ പ്രധാനമായിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സുമായി നാളെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. ബൈ ആൾ.